കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെപ്പോഴും പലപ്പോഴും സഭയിലോ കുടുംബങ്ങളിലോ ഒക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ് ഭിന്നത ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്, അല്ലേ? ഭിന്നതകൾ പലപ്പോഴും സഭകളിലും വിശ്വാസികളിടയിലും കുടുംബങ്ങൾക്കിടയിലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മേഖലകളിലും ഭിന്നതകൾ ഉണ്ട്. എല്ലാവരും ഐക്യത്തോടെ ഇരിക്കണം എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുമെങ്കിലും അതൊന്നും അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യം അല്ല. നമുക്കറിയാം, നമ്മളിൽ പെന്തിക്കോസ്തുകാരായിട്ട് പെന്തിക്കോസ്ത് പ്രസ്ഥാനങ്ങളുണ്ട്, അല്ലേ? IPC, ചർച്ച് ഓഫ് ഗോഡ്, അതുപോലെ AG, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൺ, ഇങ്ങനെ തുടങ്ങിയ മുഖ്യധാര പെന്തിക്കോസ് സഭകളുമുണ്ട്. ഇന്ന് സ്വതന്ത്ര സഭകളെന്ന് വിശേഷിപ്പിക്കുന്ന സഭകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ പേരിലാണ് പെന്തക്കോസ്തുകാരെന്നുള്ള അല്ലെങ്കിൽ ദൈവസഭ എന്നുള്ളൊരു കോൺസെപ്റ്റിനകത്ത് നിൽക്കുമ്പോഴും ഇവർക്ക് തമ്മിലൊരു മത്സരം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഒരു IPCക്കാരെ ചർച്ച കൂടാരെ കണ്ട മിണ്ടാത്ത ആൾക്കാരുണ്ട്, അങ്ങനെ ഡീൽ ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്നാൽ അതുപോലെ ഇങ്ങനെ സഭകൾ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് പാലിക്കുന്ന ഒരു മേഖല നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, ഭിന്നതയോടെ നിൽക്കുന്നത്. പലപ്പോഴും ഇന്ന് ഒരു ഉണർവിന് വേണ്ടി കേരളത്തിലൊരു ഉണർവ് വെളിപ്പെടണമെന്ന് താല്പര്യപ്പെടുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരുമിച്ച് കൈകോർത്താൽ സ്തോത്രം ഈ ഉണർവ് കേരളത്തിൽ സംഭവിക്കും. കാലങ്ങൾ കൊണ്ട്, ആണ്ടുകൾ കൊണ്ട് ദൈവഭക്തന്മാരുടെ ഉള്ളിനകത്തുള്ള ഒരു ചിന്തയും ആഗ്രഹമൊക്കെയാണ്. പക്ഷേ പലപ്പോഴും അതെന്ത് ചെയ്യാറില്ല, നടക്കാറില്ല. കാരണം അനൈക്യം തന്നെയാണ്, ഭിന്നത തന്നെയാണ്. ഒരുമിച്ചുള്ള സ്തോത്രം കൂടിവരവുകൾക്ക് സാധ്യമാകത്തില്ല എന്ന് ചിന്തിക്കും. എന്നാൽ ഐക്യതയോടെ നിൽക്കുന്ന അനേക മേഖലകളുണ്ട്. ഞാനീ പറഞ്ഞ് ചിലരൊക്കെ, എല്ലാവരും അല്ല, ചിലരൊക്കെ ഇങ്ങനെ ഭിന്ന അഭിപ്രായങ്ങളോടെ നിൽക്കുമ്പോഴും ഒരുമിച്ച് അന്തർഭാഗങ്ങളിൽ ഐക്യതയോടെ നിൽക്കുന്ന അനേക അഭിഷിക്തന്മാരും സ്തോത്രം ആത്മീക നേതൃത്വങ്ങളും നമുക്കുണ്ടെന്നുള്ളത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. മടങ്ങി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭിന്നത വരുന്നത്? സ്തോത്രം അതിനുള്ളൊരു മറുപടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിനാണ് ഭിന്നത വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഭിന്നത വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് കൊള്ളാകുന്നവരുണ്ട്, സ്തോത്രം അതിന് ഉപയോഗമില്ലാത്തവരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നല്ലത് ഏതാണ്, ചീത്ത ഏതാണെന്ന് ചിന്തിക്കാൻ, ഡിവൈഡ് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ, ഡിസേൺ ചെയ്യാൻ, വിവേചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് വരുന്നത്, ഭിന്നത വരുന്നത്. കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ ഭിന്നത വരുന്നുവെങ്കിൽ നല്ലതാണ്. കാരണം കൊള്ളാകുന്നവർ എന്ത് ചെയ്യണം, വെളിവായിട്ട് വരിക തന്നെ വേണം. ചിലതൊക്കെ മറഞ്ഞിരിപ്പുണ്ട് കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ഇഴജന്തുക്കളിൽ പല പാമ്പുകളും പോയിസൺ ഉള്ളതാണ്. അതിലൊരു പാമ്പാണ് അണലി. അണലിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പോയിസണാണ്, ഹൈ പോയിസൺ ഉള്ള ഒരു സ്നേക്കാണ് സ്തോത്രം, അണലി എന്ന് പറയുന്നത്. പക്ഷെ അതിനുള്ളൊരു പ്രത്യേകതയുണ്ട്, ഇത് പതുങ്ങിക്കിടക്കുകയാണ്. ഇതിനെ ആരെങ്കിലും തൊട്ടാൽ ഇത് ചാടത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ ഇടയിൽ പതുങ്ങിക്കിടക്കുന്ന ചിലരുണ്ട്. അപ്പം ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഭിന്നത വരണം. എന്നാലേ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അപ്പം ഭിന്നത വരുന്നത് തിന്മയല്ല, നന്മയാണ്. കാരണം കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന്. അങ്ങനെയുള്ളൊരു വെളിപ്പെടുത്തൽ, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ സംഭവിക്കട്ടെ. കൊള്ളാകുന്നവർ വെളിവായി വരട്ടെ. അവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടയട്ടെ, പ്രാർത്ഥനയ്ക്ക് അടുത്തല വണക്കം. പരിശുദ്ധ പിതാവ്, ഈ സന്ദേശത്തിനോട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിച്ച് ബലപ്പെടുത്തുകയാണ്, ശക്തീകരിച്ചിട്ട് എല്ലാവിധ ആത്മീയ ഭൗതിക നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ, ദൈവപ്രവൃത്തികളെ കണ്ട് കർത്താവിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും കൃപയും കരുതലും മഹത്വവും ഈ സന്ദേശത്തിലൂടെ അനേകരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുവാൻ ദൈവം ഇടവരുത്തുകയാണ്. എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.